എത്ര കിട്ടിയാലും പഠിക്കാത്ത മലയാളിക്ക് കഴിഞ്ഞ വർഷം മാത്രം ഡിജിറ്റൽ സാമ്പത്തിക തട്ടിപ്പിലൂടെ നഷ്ടമായത് 764 കോടി രൂപയാണ്. 2024 ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തത് 41,433 കേസുകൾ. ഈ 764 കോടിയിൽ 109 കോടി രൂപ തിരികെ പിടിച്ചു. പെട്ടെന്ന് പണമുണ്ടാക്കാനുള്ള വ്യാമോഹത്താലാണ് ഈ കുഴിയിൽ ചാട്ടം. ആട്, തേക്ക്, മാഞ്ചിയം മുതൽ ഹിമാലയ, എവറസ്റ്റ് ചിട്ടിഫണ്ട് തട്ടിപ്പ് വരെ, പിന്നീട് ടോട്ടൽ ഫോർ യുവിലേക്കും അവിടെ നിന്നിങ്ങോട്ട് പാതിവില സ്കൂട്ടർ തട്ടിപ്പ് വരെയുള്ളവയ്ക്ക് തലവെച്ചു കൊടുത്ത മലയാളി ഇതൊക്കെ കൊണ്ട് എന്തെങ്കിലും പഠിച്ചോ എന്ന് ചോദിച്ചാൽ നഹി എന്ന് പറയേണ്ടി വരും. കഴിഞ്ഞ ഒരു വർഷം മാത്രം ഓൺലൈൻ തട്ടിപ്പിന്റെ പേരിൽ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തത് 42,000-ലധികം കേസുകൾ. ഡോക്ടർമാർ, ടെക്കികൾ, അഭിഭാഷകർ, വൻകിട ബിസിനസ്സുകാർ തുടങ്ങി സർവ്വമേഖലയിൽപ്പെട്ടവരും തട്ടിപ്പിന് ഇരയായവരുടെ കൂട്ടത്തിലുണ്ട്. 10 വർഷം മുമ്പ് 100-ൽ താഴെ കേസുകൾ രജിസ്റ്റർ ചെയ്ത സ്ഥാനത്താണ് ഇപ്പോഴത്തെ വൻ വർധന. സംസ്ഥാന പോലീസിന്റെ സൈബർ ഓപ്പറേഷൻസിന്റെ ഇടപെടൽ ഒരു പരിധിവരെ തട്ടിപ്പ് തടയുന്നുണ്ട്. തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഒരു വർഷത്തിനിടെ 12,624 ഫോൺ നമ്പറുകൾ ബ്ലോക്ക് ചെയ്തു. 39,405 EMEI നമ്പറുകളും റദ്ദാക്കി. ബിനാമി അക്കൗണ്ടുകളിലൂടെ കോടികൾ ഒഴുക്കിയ 36,451 മ്യൂൾ അക്കൗണ്ടുകളും മരവിപ്പിച്ചു. 7,126 തട്ടിപ്പ് വെബ്സൈറ്റുകളും 436 വ്യാജ ലോൺ ആപ്പുകളും 6,543 സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും ഈ കാലയളവിനുള്ളിൽ നിരോധിച്ചു. സാമ്പത്തിക തട്ടിപ്പ് തിരിച്ചറിഞ്ഞാൽ 1 മണിക്കൂറിനുള്ളിൽ പോലീസിനെ ബന്ധപ്പെട്ടാൽ പണം തിരികെ കിട്ടാൻ ഉള്ള സാധ്യത വളരെ വലുതാണ്. പണം തടഞ്ഞുവെക്കാൻ ബാങ്കുകൾ പോലീസുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. ഇക്കാര്യത്തിൽ നിരന്തരം മാധ്യമങ്ങൾ അവബോധം നൽകുന്നതാണ്. സർക്കാർ തലത്തിൽ ബോധവൽക്കരണം നടക്കുന്നതാണ്. എന്തിന് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നിരന്തരമായി നമുക്കറിയാം, നമ്മൾ ഈ ഫോൺ ചെയ്യുന്നതിന് മുമ്പ് കേന്ദ്ര സർക്കാരിന്റെ ഒരു അനൗൺസ്മെന്റ് പോലുമുണ്ട്, ഈ ഡിജിറ്റൽ തട്ടിപ്പിൽ വീഴരുത് എന്നുള്ളത്. ഇത്തരത്തിൽ എല്ലാ ദിവസവും ഓരോ നിമിഷവും ഓർമ്മിപ്പിച്ചിട്ടും വീണ്ടും ഇത്തരത്തിലുള്ള തട്ടിപ്പിൽ ചെന്ന് ചാടുന്നവരുടെ എണ്ണം ദിനം പ്രതി കൂടിക്കൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് സാഹചര്യം.